ഹ്യൂമൻ ഇന്റലിജൻസിനെ സിമുലേഷൻ ചെയ്ത് സോഫ്റ്റ്വെയർ കോഡറാക്കി മാറ്റി ഒരു ഹോറിസ്റ്റിക്സ് എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യഥാർത്ഥമായ ദൗത്യം. എന്താണ് ഹോറിസ്റ്റിക്സ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത കാര്യങ്ങളെ, നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെ ഒരു സോഫ്റ്റ്വെയർ ആക്കി കൊടുത്തു കഴിയുമ്പോൾ അത് സ്വയം ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് എത്തുന്നു. അത് അതിന്റെ ലൈഫ് ടൈം മുഴുവൻ അത് കൃത്യമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. AI ആ സാധ്യത നമുക്ക് ജീവിതത്തിൽ പല മേഖലയിലും ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് പറ്റുന്ന ധാരാളം പ്ലാറ്റ്ഫോമുകൾ ഇന്ന് അവൈലബിൾ ആണ്. നമ്മുടെ ഉപയോഗിക്കേണ്ട മേഖലകളിലാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രം. ഇപ്പൊ സെർച്ച് എഞ്ചിനുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ChatGPT പോലുള്ള സംവിധാനങ്ങൾ AI ഒരുപാട് സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, അങ്ങനെ നിരവധി കമ്പനികൾ അതിനുവേണ്ടി ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് തയ്യാറാക്കി തരുന്നുണ്ട്. എന്നാൽ AI ഉപയോഗിക്കുന്ന ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. AI സാധ്യത എങ്ങനെ ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കാം? അതിനുവേണ്ടി ഒരുപക്ഷെ നമ്മൾ പല പ്രോഗ്രാമുകളും കേട്ടിട്ടുണ്ടാകും. ട്രേഡിംഗുമായി ബന്ധപ്പെട്ട് AI ഉപയോഗിച്ചുകൊണ്ട് വളരെയധികം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലകൾ, ഫ്ലക്ച്വേഷൻ ഉള്ള മേഖലയിൽ നിന്ന് പ്രോഫിറ്റ് മാത്രം കിട്ടുന്ന മേഖലയിലേക്ക് നമുക്ക് എങ്ങനെ ഉയരാം. പക്ഷെ കൃത്യമായ ഒരു സാങ്കേതിക വിദ്യ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് എഫക്റ്റീവ് അല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യവും നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ടാകാം. ഇന്നത്തെ പ്രസന്റേഷനിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു നൂതന സംരംഭത്തെ കുറിച്ചാണ് എനിക്ക് പരിചയപ്പെടുത്താനുള്ളത്. ഞാൻ 2024 ഏപ്രിൽ മാസം 2-ാം തീയതിയാണ് ഈ ആശയം ഞാൻ പരിചയപ്പെടുന്നത്. ഏകദേശം രാവിലെ ഒരു 10 മണി സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിന് ഒരു മെസ്സേജ് ഞാൻ അയക്കുന്നു. അദ്ദേഹം എന്നെ തിരിച്ചു വിളിക്കുന്നു. അദ്ദേഹം ഇതിന്റെ ചില സാധ്യതയെക്കുറിച്ച് ഓവർ ഫോണിലൂടെ സംസാരിക്കുന്നു. അന്ന് തന്നെ ഞാൻ ടൈം എടുത്തുകൊണ്ട് ഏകദേശം 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് അദ്ദേഹത്തെ പോയി കണ്ടു. ഏകദേശം ഒരു 3 മണിക്കൂറോളം ഇരുന്ന് സംസാരിച്ച് അതിന്റെ എല്ലാ വശങ്ങളും, ടെക്നിക്കൽ വശങ്ങളെല്ലാം കാണിച്ചു തന്ന് ഈ സിസ്റ്റം എന്താണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഏകദേശം വൈകുന്നേരം 7:36 ആയപ്പോൾ ഈ സിസ്റ്റവുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്തു. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൃത്യമായി പറയുന്നത് ചോദിച്ചാൽ, ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും, AI സാധ്യത എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ചിന്തിക്കുന്ന ഏതൊരാൾക്കും അവരുടെ മുമ്പിൽ അവസരങ്ങൾ വരുമ്പോൾ അവർ തീർച്ചയായും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. ഇവിടെ AI സാധ്യത ഉപയോഗപ്പെടുത്തുന്ന, അതിന്റെ ഇന്റലിജൻസ് ഉപയോഗിക്കപ്പെടുന്ന, ടെക്നോളജി ഉപയോഗിക്കപ്പെടുന്ന കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് വയ്ക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് നമുക്ക് പരിചയപ്പെടുന്നത്. ആ സിസ്റ്റം ഓൾറെഡി തയ്യാറാക്കി മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു. പേര് ടെതർ ഓഷ്യൻ, സെൽഫ് അപ്രീഷിയേറ്റിംഗ് ഡെഫി പ്രൊജക്ട്. എന്താണ് ടെതർ ഓഷ്യൻ? ഈ സെൽഫ് അപ്രീഷിയേറ്റിംഗ് ഡെഫി പ്രൊജക്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നത്? കൂടുക എന്ന പ്രോസസ്സ് എന്തിലാണ് സംഭവിക്കുന്നത്? അതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം? എങ്ങനെയെല്ലാം നമുക്കത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി എംപവർമെന്റ് വിത്ത് ഡിജിറ്റൽ ടോക്കൺ ആൻഡ് ഡെഫി. ഈ സിസ്റ്റം ഒരു കമ്മ്യൂണിറ്റി എംപവർമെന്റ് ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റൽ ടോക്കണിന്റെയും ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസിന്റെയും ഒരു സാധ്യത ഉപയോഗപ്പെടുത്തുന്ന ഒരു സിസ്റ്റമാണ്. ഇതൊരു കമ്മ്യൂണിറ്റി ഡ്രിവൺ വിർച്വൽ ടോക്കൺസ് ആണ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വ്യത്യസ്തമായ ഒരു ആശയം നമുക്ക് തരുന്നുണ്ട്. ഒരു യൂണിറ്റി ബിൽഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ കമ്മ്യൂണിറ്റിയും ഡിജിറ്റൽ ടോക്കണിനെയും ഇമ്മേഴ്സീവ് ആയിട്ടുള്ള ഒരു ജേർണിയാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. സോ ടെതർ ഓഷ്യൻ മാർക്കറ്റിൽ സംതിങ് ഡിഫറെന്റ് ആയ ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കുന്നു. എന്താണ് അതിന്റെ കീ ഫീച്ചേഴ്സ്? ഒന്ന്, ലോകത്തെ ഏത് രാജ്യക്കാർക്കും ഉപയോഗിക്കാവുന്ന രൂപത്തിൽ ഇതിന്റെ പേയ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് USD ടെതർ ആണ്. നമുക്കറിയാം, ടെതർ USDT ഇന്ന് ലോകത്ത് വൈഡായിട്ട് അക്സെപ്റ്റ് ചെയ്ത ഒരു സിസ്റ്റമാണ്. ധാരാളം ആളുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആശയമാണ്. ഒരു സ്റ്റേബിൾ കറൻസിയുടെ സാധ്യതയാണ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്. സോ ഇൻപുട്ടും ഔട്ട്പുട്ടും USDT ആണെങ്കിൽ നമുക്ക് ടെൻഷൻ വേണ്ട എന്ന് 100% ഒരാൾ പറയും. കാരണം അതിന്റെ വളാറ്റിലിറ്റിയെ കുറിച്ചും അതിന്റെ ഡിജിറ്റൽ അസറ്റിന്റെ സാധ്യതയെക്കുറിച്ചും അതിന്റെ വാങ്ങലും വിൽക്കലും നടത്തുന്ന പ്ലാറ്റ്ഫോമുകളെ കുറിച്ചെല്ലാം വളരെ വ്യക്തമായിട്ട് ഇന്ന് സമൂഹത്തിന് അറിയാം. അല്ലെങ്കിൽ അതറിയാവുന്ന ഒരുപാട് പേരെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇന്നോവേറ്റീവായ ലിക്വിഡിറ്റി പൂളാണ് ടെതർ ഓഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ലിക്വിഡിറ്റിയെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു ഡൈനാമിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ് ടെതർ ഓഷ്യൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി. സെക്യൂർ ആൻഡ് ട്രാൻസ്പെറന്റ് ട്രാൻസാക്ഷൻസ് ആണ് ഈ സിസ്റ്റത്തിന്റെ വേറൊരു ആസ്പെക്ട്സ്. ഒരു കമ്മ്യൂണിറ്റി സെൻട്രിക് ആയിട്ടുള്ള ഗവേണൻസ് ആണ് ടെതർ ഓഷ്യൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ പവർ. ലോകത്ത് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും കമ്മ്യൂണിറ്റിയുടെ സാധ്യത
വലുതാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എത്രമാത്രം വലിയ കമ്മ്യൂണിറ്റി ഒരു ആശയത്തിന്റെ പുറകിലുണ്ടോ അത്രമാത്രം ആശയം പവർഫുൾ ആയിരിക്കും. സോ ടെതർ ഓഷനും മുന്നോട്ട് വയ്ക്കുന്നത് അത്തരം ഒരു ആശയമാണ്. ആ ആശയത്തിൽ അവർ എയിം ചെയ്യുന്ന ഒരു കാര്യം ട്രഡീഷണൽ ഫിനാൻസിനെയും ഡീസെൻട്രലൈസ്ഡ് ഫ്യൂച്ചറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജ് വരുന്നതോടുകൂടി ഗ്യാപ്പ് ഇല്ലാണ്ടായി മാറും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ടേമുകൾ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ട്രേഡിംഗ് ആശയങ്ങൾ ഈ സിസ്റ്റത്തിലൂടെ വളരെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ലാഭം മാത്രം എടുക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. മനുഷ്യന് ആഗ്രഹമുള്ള കാര്യം അതാണല്ലേ, ലാഭം മാത്രം കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം. നഷ്ടത്തെക്കുറിച്ച് നമുക്ക് ബോധേഡല്ല, നഷ്ടം നമുക്ക് വേണ്ട, പക്ഷെ ലാഭം ഉണ്ടെങ്കിൽ നഷ്ടത്തിന് സാധ്യതയുണ്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. എന്നാൽ ഈ പ്ലാറ്റ്ഫോം മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിൽ ഇവിടെ റിസ്ക് ഫാക്ടർ ഉണ്ട്. റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് സമയം മാത്രമാണ്, കാത്തിരിപ്പിന്റെ സമയം മാത്രം. വേറൊരു റിസ്ക് ഫാക്ടറും ഈ സിസ്റ്റത്തിൽ ഇല്ല. പക്ഷേ ഈ സിസ്റ്റത്തിന്റെ റിസ്ക് ഫാക്ടറിന്റെ തോത് മറ്റുള്ള ഏത് പ്ലാറ്റ്ഫോമായിട്ട് കമ്പയർ ചെയ്താലും വളരെ നിസ്സാരമാണ്, വളരെ ചെറുതാണ്. സോ ആ ചെറുതായ ആ റിസ്ക് ഫാക്ടറിനെ മനസ്സിലാക്കാൻ പറ്റിയാൽ, അതിനുവേണ്ടി ഇവർ അപ്ലൈ ചെയ്തിരിക്കുന്ന മാത്തമാറ്റിക്സ് കൃത്യമായിട്ടൊന്ന് പഠിക്കാൻ സാധിച്ചാൽ ടെതർ ഓഷൻ നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കും. ഈ ഇക്കോ സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് നമുക്ക് മാറാൻ സാധിച്ചാൽ നമ്മുടെ ലൈഫെ മാറി മറിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്തരം ഒരു കോൺഫിഡൻസ് ഈ സിസ്റ്റം പരിചയപ്പെട്ടപ്പോൾ എനിക്ക് ലഭിച്ചിരുന്നു. അതിന്റെ അഡ്വാൻറ്റേജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ടെതർ കോയിൻ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പ്രൈസ് അപ്രീസിയേഷൻ തന്നെയാണ് ഓൺ എവറി ബൈ സെൽ ട്രാൻസാക്ഷൻ. ഇത് കേൾക്കുന്ന ഒരു ട്രേഡർ പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നത് അത് പോസിബിൾ അല്ല എന്നായിരിക്കും. എന്തുകൊണ്ട്? ബൈ മാർക്കറ്റ് ഇൻക്രീസ് ആയാൽ, ബയേഴ്സിന്റെ എണ്ണം കൂടിയാൽ, വാങ്ങുന്നവരുടെ എണ്ണം കൂടിയാൽ വില കൂടും, തർക്കമില്ല. അത് എന്ത് സാധനവും അങ്ങനെ തന്നെയാണ്. വാങ്ങാൻ ആളുകൾ കൂടുതലുണ്ട്, വിൽക്കാൻ ആളുടെ എണ്ണം കുറവാണ്, സ്വാഭാവികമായിട്ടും വില കൂടും. പക്ഷെ വിൽക്കാനുള്ളവരുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എങ്ങനെ വില കൂടും? അത് ശരിയല്ലല്ലോ. എന്നാൽ ടെതർ കോയിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ് ബൈ ചെയ്യുമ്പോഴും സെൽ ചെയ്യുമ്പോഴും മാർക്കറ്റിൽ എത്ര ബയേഴ്സ് വന്നോട്ടെ, എത്ര സെല്ലേഴ്സ് വന്നോട്ടെ, വില കൂടിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഇതൊരു റാക്ക് പൂൾ അല്ല. ഒരാശയവുമായിട്ട് വന്ന് പെട്ടെന്ന് മാർക്കറ്റിൽ ഒരു ട്രെൻഡ് ഉണ്ടാക്കി ഒരു മോട്ടിവേഷൻ കൊണ്ടുവന്ന് ആ മോട്ടിവേഷനിൽ കുറെ ഫണ്ട് കളക്ട് ചെയ്ത് ഓടിപ്പോകുന്ന ഒരു സിസ്റ്റം അല്ല. 100% ജെന്യുവൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എങ്ങനെ? വെറുതെ അങ്ങനെ ആണെന്ന് പറഞ്ഞാൽ പോരല്ലോ, അതിന് ചില പോയിന്റുകളുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ നേരെ നമുക്ക് ബ്ലോക്ക് ചെയിനിലേക്ക് പോകണം. ബ്ലോക്ക് ചെയിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ ബ്ലോക്ക് ചെയിനെ കുറിച്ച് അറിയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വാക്ക് പറയുകയാണ്, ഇന്റർനെറ്റ് എന്ന ടെക്നോളജി പോലെയാണ് ബ്ലോക്ക് ചെയിൻ. ലോകത്ത് ഇന്റർനെറ്റ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്റർനെറ്റും കമ്പ്യൂട്ടറും വരുന്ന സമയത്ത് ഇന്റർനെറ്റ് നമ്മളൊക്കെ ഉപയോഗിക്കുമോ എന്നൊരു ചോദ്യമായിട്ട് ചോദിച്ചാൽ നമ്മൾ എന്താക്കി പറയാ? ഇന്റർനെറ്റ് ഒന്നും എന്റെ ലൈഫിൽ ഉപയോഗിക്കാൻ പോകുന്നില്ല. ഇന്ന് ഇന്റർനെറ്റ് ഉപയോഗിക്കാത്ത ആൾക്കാരില്ല, ശരിയല്ലേ? എന്നാൽ ഇന്റർനെറ്റ് ആരുടെയും ഉടമസ്ഥയിലാണോ? ഇന്റർനെറ്റിന്റെ ഡെഫിനിഷൻ പറയുന്നത് ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന പ്രോട്ടോകോൾ എന്നാണ്. എങ്കിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് വാല്യൂ എക്സ്ചേഞ്ചിനെ കൺട്രോൾ ചെയ്യുന്ന പ്രോട്ടോകോൾ എന്നാണ്. അപ്പൊ ഇന്റർനെറ്റ് ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന പ്രോട്ടോകോൾ ആണെങ്കിൽ ബ്ലോക്ക് ചെയിൻ വാല്യൂ എക്സ്ചേഞ്ചിനെ കൺട്രോൾ ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ്. സോ രണ്ടും പല തലമാണ് അല്ലെ. ഇന്റർനെറ്റ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു, പക്ഷെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ടും മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ വാല്യൂ എക്സ്ചേഞ്ച് കൺട്രോൾ ചെയ്യുന്ന പ്രോട്ടോകോൾ ആണെങ്കിൽ 100% ഷുവർ ആണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറും. ആ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ അധിഷ്ഠിതമായ ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആണ് ടെതർ ഓഷൻ എന്ന് പറയുന്നത്. ആ സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് BSC സ്കാനിലാണ്. BSC സ്കാൻ എന്ന് പറയുന്നത് BNB എന്ന ബിനാൻസിന്റെ ബ്ലോക്ക് ചെയിനിലാണ്, BEP20 എന്ന ബ്ലോക്ക് ചെയിനിലാണ്. ആ ബ്ലോക്ക് ചെയിനിൽ നമുക്ക് കാണാം ഈ കോൺട്രാക്ടിന്റെ നെയിം ടെതർ ഓഷൻ എന്നാണ്. ഓൾറെഡി അത് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത് 200 റണ്ണിലൂടെയാണ്. ഇതിന്റെ കോൺട്രാക്ട് എന്ന ഓപ്ഷനിൽ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ റീഡ് കോൺട്രാക്ട് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ആ ഓപ്ഷനിൽ പോയാൽ ഇവർ ക്രിയേറ്റ് ചെയ്ത മെനുകൾ കാണാൻ സാധിക്കും. കാരണം വെരിഫൈഡ് സ്മാർട്ട് കോൺട്രാക്ട് മാത്രമേ ഇത്തരം മെനുകൾ കാണാൻ സാധിക്കൂ. ഇതിൽ 22ാമത്തെ മെനു നമ്മൾ എടുക്കുകയാണെങ്കിൽ യൂസർ ID എന്നൊരു പാർട്ട് കാണാം. അവിടെ നമുക്ക് കാണാം 601 യൂസേഴ്സ് ആണ് ഇതുവരെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറിയത്. അപ്പൊ സിസ്റ്റത്തിൽ വെറും 601 ആൾക്കാരെ വന്നിട്ടുള്ളൂ. ലോക പോപ്പുലേഷന്റെ പെർസെന്റേജ് ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ, കേരള പോപ്പുലേഷൻ എടുത്ത് പരിശോധിച്ചാൽ, നമ്മുടെ പഞ്ചായത്തിന്റെ പോപ്പുലേഷൻ എടുത്ത് പരിശോധിച്ചാൽ അതിൽ കൂടുതലുണ്ടല്ലേ. സാധ്യത അനന്തമാണ്. എങ്ങനെ നമുക്ക് കമ്മ്യൂണിറ്റി ഈ സിസ്റ്റത്തെ ഹെൽപ്പ് ചെയ്യും? പഠിക്കണം, മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഈ സിസ്റ്റത്തിന്റെ സ്മാർട്ട് കോൺട്രാക്റ്റിൽ ബ്ലോക്ക് ചെയിനിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത് മാത്രമല്ല, ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ട്. ഇതിന്റെ ഇവന്റ്സ് എന്ന മെനു എടുത്താൽ
ഇവന്റ്സ് എന്നെ മുന്നോട്ടാൽ ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും നടക്കുന്ന ഇവന്റ്സ് ബ്ലോക്ക് ചെയിൻ വഴി നടക്കുന്ന ഇവന്റ്സ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, 50 മിനിറ്റ് മുമ്പാണ് ഒരു ട്രാൻസാക്ഷൻ ഇവിടെ നടന്നിരിക്കുന്നത്. ആ ട്രാൻസാക്ഷൻ നടന്ന പ്രോസസ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 1 മണിക്കൂർ മുമ്പ് ട്രാൻസാക്ഷൻ നടന്നുകൊണ്ട് അതിന്റെ പ്രോസസ്സാണ് കാണിച്ചിരിക്കുന്നത്. വീണ്ടും 2 മണിക്കൂർ മുമ്പ് പ്രോസസ്സ് നടന്നിട്ടുണ്ട്, 3 മണിക്കൂർ മുമ്പ് പ്രോസസ്സ് നടന്നിട്ടുണ്ട്, 3 മണിക്കൂർ മുമ്പ്, 3 മണിക്കൂർ മുമ്പ്, 4 മണിക്കൂർ മുമ്പ്, 4 മണിക്കൂർ മുമ്പ്, ഇങ്ങനെ ഓരോ സെക്കൻഡിലും ഓരോ മണിക്കൂറിലും നടക്കുന്ന പ്രോസസ്സുകൾ നമുക്ക് ഇവന്റ് ആയിലൂടെ കാണാൻ സാധിക്കും. ഇത് ട്രാൻസാക്ഷൻസ് എന്ന ഹെഡിലേക്ക് പോയി നോക്കിയാൽ ഈ പ്രോസസ്സുകൾ എന്താണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, ട്രാൻസാക്ഷൻ എന്ന ഹെഡിൽ പോയി കഴിഞ്ഞാൽ ആ 3 മണിക്കൂർ മുമ്പ് 48 മിനിറ്റ് മുമ്പ് നടന്ന ട്രാൻസാക്ഷൻ ക്ലെയിം MLM എന്നാണ്. 1 മണിക്കൂർ മുമ്പ് ട്രാൻസാക്ഷൻ ക്ലെയിം MLM ആണ്. 2 മണിക്കൂർ മുമ്പ് ട്രാൻസാക്ഷൻ ക്ലെയിം വിർച്വൽ ആണ്. 3 മണിക്കൂർ ട്രാൻസാക്ഷൻ ക്ലെയിം MLM ആണ്. ഓരോ പ്രോസസ്സും കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. സോ ടോക്കൺ ട്രാൻസ്ഫേഴ്സ് എന്ന ഹെഡിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ ഈ ട്രാൻസാക്ഷൻസ് എത്ര എമൗണ്ടിന്റെ എന്ന് കാണാൻ സാധിക്കും. നോക്കൂ, ക്ലെയിം MLM എന്ന ആ ഹെഡിൽ പോയി നോക്കുമ്പോൾ അവിടെ പുറത്തേക്ക് പോയത് $2 ആണ്, ഇവിടെ $10 ആണ്, ഇവിടെ $34 ആണ്, ഇവിടെ $10 ആണ്, ഇവിടെ $39 ആണ്. എല്ലാം USDT എന്ന കറൻസിയിലൂടെ കൃത്യമായ അനുപാതത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇൻ ട്രാൻസാക്ഷൻ വന്ന് $20 വന്നിട്ടുണ്ട്. ട്രാൻസാക്ഷൻസ് ഇന്നും ഔട്ടുമായിട്ട് ഇന്ന് നടന്നുകൊണ്ടേയിരിക്കും. ഇന്നും ഔട്ടുമായി നടക്കുന്ന ഈ ട്രാൻസാക്ഷൻസ് ഓരോന്നോരോന്നായിട്ട് ഇന്ന് പരിശോധിക്കുമ്പോൾ ഈ സിസ്റ്റത്തിൽ ട്രാൻസാക്ഷൻ ഒരു ദിവസം എത്രമാത്രം നടക്കുന്നു നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത് ഇപ്പോൾ മാത്രമല്ല, ഈ സിസ്റ്റം തുടങ്ങിയ കാലഘട്ടം മുതൽ ഈ സമയം വരെയുള്ള ട്രാൻസാക്ഷൻ കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ കണ്ടത് ഏറ്റവും റീസെന്റ് ട്രാൻസാക്ഷൻ ആണ് എങ്കിൽ നമുക്ക് നോക്കാം ഇതിന്റെ ഏറ്റവും ആദ്യം നടന്ന ട്രാൻസാക്ഷൻ എവിടെയാണ്. വ്യൂ ഓൾ ട്രാൻസാക്ഷൻ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിസ്റ്റം അതിന്റെ പേജിലേക്ക് വരും. അതിൽ ലാസ്റ്റ് എന്നൊരു പേജ് ഉണ്ട്. ആ ലാസ്റ്റ് പേജിലേക്ക് നമ്മളൊന്ന് പോവുക. അതിൽ ഏറ്റവും ഫസ്റ്റ് ട്രാൻസാക്ഷന്റെ ഭാഗത്തേക്ക് ഒന്ന് പോയി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 68 ദിവസങ്ങൾക്ക് മുമ്പാണ് ടെതർ ഓഷ്യൻ എന്ന ഈ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 20-ാം തീയതി. തൊട്ടടുത്ത ദിവസം മാർച്ച് 21-ാം തീയതി മുതൽ ഫസ്റ്റ് ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അന്ന് മുതൽ ഈ ട്രാൻസാക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ക്ലാരിഫിക്കേഷൻ ഈ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാൻ നമ്മളെ സഹായിക്കും. ഞാൻ പറയുന്ന ഇൻഫോർമേഷൻസിനെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്കിത് പഠിക്കാൻ സാധിച്ചാൽ നമ്മൾ ഓരോരുത്തർക്കും ഈ സിസ്റ്റത്തിലൂടെ വളരെയധികം വലിയ വിജയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, യാതൊരു തർക്കവുമില്ല. സോ സുഹൃത്തുക്കളെ, ഈ ആശയത്തിന്റെ പവർ നമ്മൊന്ന് മനസ്സിലാക്കാൻ ഇത്തരം ചില ടെക്നിക്കൽ പോയിന്റുകൾ നമ്മുടെ ശ്രദ്ധയിൽ വന്നാൽ അതിനെ പഠിക്കാൻ വേണ്ടി നമ്മളൊന്ന് തയ്യാറായാൽ മതി. അത് ഇപ്പൊ കണ്ടു, പക്ഷെ ഇനി ഇതെങ്ങനെയെന്ന് അറിയില്ലെങ്കിൽ നമ്മളെ ഈ മീറ്റിങ്ങിലേക്ക് വിളിച്ച ആൾക്കാരെ അല്ലെങ്കിൽ നമ്മൾ ഈ സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്തപ്പോൾ ആരാണോ നമ്മൾ ബന്ധപ്പെട്ടത് അവരൊന്ന് ബന്ധപ്പെട്ടാൽ മതി, അവർ കാണിച്ചു തരും. എന്തിനാണ് ഞാൻ പറയുന്നത് ചോദിച്ചാൽ, ലോകത്ത് ബിസിനസ് ആശയങ്ങളും വലിയ വലിയ സാധ്യതകളും ഉണ്ടെങ്കിലും അത് കൃത്യമായ സമയത്ത് ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നതിൽ പലപ്പോഴും ആളുകൾ പരാജയപ്പെട്ടു പോകാറുണ്ട്. ഈ സിസ്റ്റത്തെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിലൂടെ നമുക്ക് വലിയധികം വിജയം നമുക്ക് ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. ഈ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജിൽ മൂന്നാമത്തെ അഡ്വാൻറ്റേജ് സിസ്റ്റം പറയുന്നത് നോ പ്രീമൈൻഡ് കോയിൻസ് ആണ്. പ്രീമൈൻഡ് കോയിൻ ഒന്നും ഇവിടെ ഇല്ല. സാധാരണ ടോക്കൺസ് എല്ലാം മാർക്കറ്റിൽ വരുമ്പോൾ ഇതൊരു ടോക്കൺ സിസ്റ്റം ആണെന്ന് നമ്മൾ കണ്ടു, ഒരു ഡീസെൻട്രൽ ഫിനാൻഷ്യൽ സിസ്റ്റം ആണെന്ന് കണ്ടു. പക്ഷേ ഈ സിസ്റ്റം മുന്നോട്ട് വെക്കുന്നത് ഞങ്ങൾക്ക് ഇത്ര മില്യൺ അല്ലെങ്കിൽ ഇത്ര ബില്യൺ ടോക്കൺസ് ഉണ്ട്, അങ്ങനെ ഒരു കണക്ക് ഇവിടെ ഇല്ല. ആരാണോ ബയറായിട്ട് വരുന്നത് അദ്ദേഹം മുതൽ മുടക്കുന്നതിന് അനുപാതികമായിട്ടുള്ള മൈനിങ് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. ആ മൈനിങ്ങിലൂടെ പുതിയ കോയിൻസ് സൃഷ്ടിക്കപ്പെടുന്നു, പുതിയ ടോക്കൺസ് സൃഷ്ടിക്കപ്പെടുന്നു. അതിന് കൃത്യമായ അനുപാതത്തിൽ വില നിർണ്ണയിക്കപ്പെടുന്നു. അത് ബൈ പ്രൈസും സെൽ പ്രൈസും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ കോയിൻസ് ആർ ബേൺ വെൻ സോൾഡ്. വിൽക്കുന്ന സമയത്ത് ആ വിൽക്കുന്ന അത്രയും കോയിൻ സോൾഡ് ചെയ്യപ്പെടുന്നു, ബേൺ ചെയ്യപ്പെടുന്നു. ഈ ഒരു ആശയം സംതിങ് ഡിഫറെന്റ് ആണ്, വിച്ച് കൺട്രോൾ ദ ടോട്ടൽ സപ്ലൈ. സപ്ലൈ അത് നിയന്ത്രിക്കാൻ ഇത് സഹായിക്കും. ഇവിടെയാണ് ഈ ആശയത്തിന്റെ പവർ ഒളിഞ്ഞിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ ആശയത്തിന്റെ ഈ പവർ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മൾ വേണ്ടത് എന്താണ് ഈ ലിക്വിഡിറ്റി, എന്താണ് നമ്പർ ഓഫ് അസറ്റ്സ്. ലിക്വിഡിറ്റി നമ്പർ ഓഫ് അസറ്റ്സും നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് അസറ്റിന്റെ വാല്യൂ ആണ്. അത് മാർക്കറ്റിൽ നമുക്ക് പരിചയമുള്ള ഏത് ടോക്കൺ എടുത്തോ, ഏത് ക്രിപ്റ്റോ കറൻസി എടുത്തോ, അതിന്റെ വാല്യൂ നിർണ്ണയിക്കാനുള്ള അടിസ്ഥാനമായ തത്വം എത്ര ലിക്വിഡിറ്റി ഉണ്ട്, എത്ര നമ്പർ ഓഫ് അസറ്റ്സ് ഉണ്ട്. ടെതർ ഓഷ്യൻ ഇതിനൊന്ന് ബാലൻസ് ചെയ്യാൻ ഒരു സയൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് 35%, 52% എന്ന് പറയുന്ന ബൈ നടക്കുന്ന സമയത്തുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. ആ 35%, 50% എന്താണ്, ഏത് രൂപത്തിലാണ് അത് അനുപാതികം സെറ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. ടെതർ ഓഷ്യന്റെ ബൈയിങ് പ്രോസസ് എന്താണെന്ന് മനസ്സിലാവും. സോ സെല്ലിംഗ് പ്രോസസ്സിലേക്ക് വരുമ്പോൾ 10% ബേണിംഗ്, ഇങ്ങനെ 2 പ്രോസസ് വെച്ചിട്ടുണ്ട്.
ഈ പ്രോസസ്സിലൂടെ എന്താണ് ചെയ്യുന്നത് നമുക്കൊന്ന് പഠിക്കാം. അതിന് ഈ ടേബിൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം. ഏതാണ്ട് 16 ട്രാൻസാക്ഷൻ വരുന്ന ടേബിളാണ്. ഈ 16 ട്രാൻസാക്ഷനിൽ ബൈ ട്രാൻസാക്ഷൻ ഉണ്ട്, സെൽ ട്രാൻസാക്ഷൻ ഉണ്ട്. തുടക്കം $1 അപ്പോ കോയിൻസ് ഒന്നുമില്ല. കാരണം എന്താ, 0 കോയിനിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അന്ന് ലിക്വിഡിറ്റിയും ഉണ്ടാകില്ല. സിസ്റ്റം ചെയ്യുന്നത് ആര് വാങ്ങാൻ വന്നാലും അയാൾ വാങ്ങുന്ന എമൗണ്ട് എത്രയാണോ അതിന്റെ 35% വർത്തുള്ള കോയിൻസ്, ടോക്കൺസ് അപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലേക്ക് കൊടുക്കും. അദ്ദേഹം കൊണ്ടുവന്ന് നോക്കിയ എമൗണ്ടിന്റെ 52% ലിക്വിഡിറ്റിയിൽ കയറുകയും ചെയ്യും. സോ നോക്കൂ, ആദ്യം $100 കൊണ്ട് വാങ്ങുന്നു. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ, ബൈങ് പ്രൈസ് 1 സോ $1 വെച്ച് $35 വിലയുള്ള കോയിൻ എന്ന് പറയുമ്പോൾ 35 കോയിൻ കിട്ടും. സോ കസ്റ്റമർ ഹോൾഡിംഗ് കോയിൻ 35 ഫൈനൽ കോയിൻ 35 ലിക്വിഡിറ്റി 52 കാരണം $100 52%. സിമ്പിൾ കാൽക്കുലേഷൻ അല്ലേ? പക്ഷെ ലിക്വിഡിറ്റിയും കോയിന്റെ എണ്ണവും വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബൈങ് പ്രൈസ് മാറും. 52/35. വീണ്ടും ഒരാൾ വാങ്ങിയാൽ പുതിയ ബൈങ് പ്രൈസിലേ വാങ്ങാൻ പറ്റൂ. പുതിയ ബൈങ് പ്രൈസ് വന്നാൽ അപ്പൊ തന്നെ പഴയ ബൈങ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് മാറും. നോക്കൂ, സിമ്പിൾ എക്സാമ്പിൾ അല്ലേ? സിമ്പിൾ സാധ്യതയല്ലേ? യെസ്, ഇതാണ് സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പവർ. ഇത് ഓട്ടോമാറ്റിക് ചെയ്ത സംഗതിയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധ്യത അവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എത്ര കാലം കഴിഞ്ഞാലും അത് കൃത്യമായി സിസ്റ്റത്തിൽ നടന്നുകൊണ്ടേയിരിക്കും. ആര് വാങ്ങിയാലും വാങ്ങാൻ വേണ്ടി മുതൽ മുടക്കുന്ന എമൗണ്ടിന് 52% ലിക്വിഡിറ്റി കയറും. അയാൾക്ക് അപ്പോഴത്തെ ബൈങ് പ്രൈസ് അനുസരിച്ച് 35% വർത്തുള്ള കോയിൻസ് കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ സെക്കൻഡ് ബൈ നടന്നപ്പോൾ 1.4857 എന്ന ബൈങ് പ്രൈസിൽ 23.55 കോയിനാണ് അവർക്ക് കിട്ടിയത്. ടോട്ടൽ കോയിൻ എത്രയായി? 58.55. ലിക്വിഡിറ്റി എത്രയായി? 104. കാരണം എന്താ, വീണ്ടും $52 ലിക്വിഡിറ്റി കയറി. അപ്പൊ 104 ലിക്വിഡിറ്റിയും 58.55 കോയിൻ വന്നപ്പോ പുതിയൊരു ബൈങ് പ്രൈസ് വന്നു, 1.7760. കണ്ടോ? ഇതാണ് ഈ പ്രോസസ്. അത് ഓട്ടോമൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് ഇവിടെ ഒരു ടെൻഷനും വേണ്ട. സാധാരണ ഈ ടോക്കൺസ് എല്ലാം മാർക്കറ്റിൽ വരുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇതിന്റെ വില നിർണ്ണയിക്കുന്ന ആരാ? ഈ വില നിർണ്ണയിക്കാനുള്ള അവകാശം ആർക്കാ? ടെതർ ഓഷ്യൽ കൃത്യമായിട്ട് പറയാം, BEP20 പ്ലാറ്റ്ഫോമിനാണ്. കാരണം എല്ലാ പ്രോസസ്സും ഓട്ടോമൈസ്ഡ്. ഇവിടെ കൺട്രോൾ ചെയ്യാൻ ഡെവലപ്പേഴ്സിന് പോലും സാധിക്കില്ല. അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 2024 ഏപ്രിൽ 2 ഏകദേശം 3 മണിക്കൂർ എടുത്തതിന്റെ ടോട്ടൽ സിസ്റ്റം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇത് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. പക്ഷെ തീരുമാനം അത് സ്ട്രോങ് ആണ്. അതുകൊണ്ട് അതിന്റെ ഈസിസ്റ്റൻസിലേക്ക് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അച്ചീവ്മെന്റ് ആയിട്ട് മാറും, തർക്കമില്ല. അതെന്റെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാക്കുമെന്ന് തർക്കമില്ല. സോ എന്റെ ജീവിതത്തിൽ മാത്രമല്ല, ആർക്കെല്ലാം ഇത് ഏറ്റെടുക്കാൻ പറ്റുമോ, ആർക്കെല്ലാം ഇത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമോ, അതിനുവേണ്ടി ആരെല്ലാം ടൈം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണോ, അവരെല്ലാം ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും, തർക്കമില്ല. സോ 5ാമത്തെ ട്രാൻസാക്ഷൻ നോക്കൂ, 25 കോയിൻസ് ആണ് അവിടെ സെല് ചെയ്യാൻ പോകുന്നത്. സെൽ ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ അതിന് തൊട്ട് മുമ്പുള്ള കോയിന്റെ എണ്ണം നോക്കൂ, 95.82. നോക്കൂ, ആ 25 കോയിൻ സെല് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കാം, ആ 25 കോയിൻ ബേൺ ചെയ്ത് പോയി. അപ്പൊ ഫൈനൽ കോയിൻ എത്രയായി? 70 ആയിട്ട് മാറി. സോ 25 കോയിന് $1.99 വെച്ച് പൈസ സിസ്റ്റം കൊടുക്കണം. സിസ്റ്റം ചെയ്യുന്നത് സെല്ല് നടക്കുന്ന സമയത്ത് ബേൺ ചെയ്യും, മാത്രമല്ല ഒരു 10% ഡിഡക്ഷൻ നടത്തും. ഏതിന്ന്? 25 കോയിന് 9.3332 പ്രൈസ് വെച്ച് എത്ര എമൗണ്ട് ആണോ അതിന്റെ 10% ലിക്വിഡിറ്റി തന്നെ ഹോൾഡ് ചെയ്യും. ബാക്കി 90% കസ്റ്റമേഴ്സിന് കൊടുക്കും. സോ ആ 90% എമൗണ്ട് $208 നിന്ന് കുറയും. ബാക്കി $161.15 ആയി. സോ വീണ്ടും ലിക്വിഡിറ്റി മാറി, കോയിന്റെ എണ്ണവും മാറി. ഇവിടെ എന്ത് സംഭവിക്കും? പുതിയൊരു ബൈങ് പ്രൈസ് സെറ്റ് ആവും. നോക്കൂ, ആ സെല്ല് നടന്നപ്പോഴും കോയിന്റെ വില കയറി. വീണ്ടും നോക്കൂ, കണ്ടിന്യൂസ് ആയിട്ട് 2 സെല്ല് നടത്തിയ പ്രോസസ് നോക്കൂ, അവിടെ എല്ലാം കോയിന്റെ വില കയറുകയാണ്. വീണ്ടും നോക്കൂ, ഈ 15ാമത്തെ ട്രാൻസാക്ഷൻ നോക്കൂ, ഇവിടെ സിസ്റ്റത്തിൽ തൊട്ട് മുമ്പ് ബാക്കിയുണ്ടായിരുന്ന 10.98 കോയിൻ ആയിരുന്നു. അതിൽ 10 കോയിനും അവിടെ സെല്ല് ചെയ്തു. ഏത് പ്രൈസിൽ? 4.52 പ്രൈസിൽ. അപ്പോഴും ലിക്വിഡിറ്റി ബാലൻസ് ഉണ്ട്. അതനുസരിച്ച് പുതിയൊരു ബൈങ് പ്രൈസ് അവിടെ സെറ്റായി മാറി. സോ സിസ്റ്റം വളരെ ജെന്യുവൻ ആണ് സുഹൃത്തുക്കളെ. ഇതൊരു ചേഞ്ച് ആണ്. ട്രേഡിംഗിൽ ഇതുവരെ അപ്ലൈ ചെയ്യാത്തൊരു സയൻസ്. ട്രേഡിംഗിൽ ഇതുവരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. ബയേഴ്സ് മാർക്കറ്റ് കൂടിയാലും സെല്ലേഴ്സ് മാർക്കറ്റ് കൂടിയാലും വില കൂടുക എന്നുള്ളത്, ആ ചേഞ്ചിനെ നമുക്കൊന്ന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും. സാഹചര്യം ഓക്കെ ആണെങ്കിൽ നമ്മളൊക്കെ അഡോപ്റ്റ് ചെയ്യും. ഒന്ന് സംശയിക്കും, വേണോ, ശരിയാണോ? സംശയം തീരാൻ അല്പം പഠിക്കാൻ തയ്യാറായാൽ മതി. പക്ഷെ ഈ പഠിക്കാനെടുക്കുന്ന സമയം നമ്മുടെ മുമ്പിലുള്ള റിസ്ക് ഫാക്ടറാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിസ്ക് ഫാക്ടർ അവിടെയാണ്. പഠിക്കാനെടുക്കുന്ന സമയം നമ്മുടെ അവസരമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. പഠിക്കാൻ നിങ്ങൾ 1 മണിക്കൂർ എടുത്താൽ 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാം. എന്താ? യെസ് ഓർ നോ. ചേഞ്ചിന് തയ്യാറാണോ അല്ലയോ? ആണ്, യെസ്, അസോസിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഗ്രോത്ത് അവിടെ സ്റ്റാർട്ടായി.
നോ, വേണ്ട, ആ സബ്ജക്റ്റ് വിട്ടേരെ, വേറെ ഇഷ്ടം പോലെ മാർഗങ്ങൾ ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാം. പക്ഷെ ഇത്രയും സോളിഡ് ആയിട്ടുള്ള, ഇത്രയും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, ഇത്രയും ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സിസ്റ്റം ഇനി നമ്മുടെ മുമ്പിൽ വരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും എന്റെ ഉത്തരം. കാരണം ചതുർവർഷം മുന്നോട്ട് വെക്കുന്ന സൊല്യൂഷൻസിൽ 100% ഡീസെൻട്രലൈസ് സിസ്റ്റം ഉണ്ട്. AI സാധ്യതകൾ പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. റിയൽ ടൈം ബൈ ആൻഡ് സെൽ പ്രോസസ്സാണ് ചതുർവർഷം മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ സെല്ല് ചെയ്യാൻ ഇടുമ്പോൾ ഇനി ബയേഴ്സ് വരട്ടെ എന്ന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. സെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, നമ്പർ ഓഫ് കോയിൻസ് ടൈപ്പ് ചെയ്യുന്നു, ആ എമൗണ്ട് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്ന അതേ സെക്കൻഡിൽ തന്നെ നമുക്ക് USDT ആയിട്ട് നമ്മുടെ വാലറ്റിലേക്ക് വരുന്നു. അത്ര ഈസിയാണ് ഇതിന്റെ സെൽ പ്രോസസ്. ബൈ പ്രോസസ്സും അതുപോലെ തന്നെ വാലറ്റിൽ എമൗണ്ട് വെച്ച് ബൈ പ്രോസസ് ക്ലിക്ക് ചെയ്യുന്നു, എത്ര എമൗണ്ട് കൊണ്ട് വാങ്ങണമെന്ന് മാത്രം കൊടുത്താൽ മതി. അപ്പോഴത്തെ ബൈ പ്രൈസിൽ അപ്പോൾ തന്നെ കോയിൻസ് നമുക്ക് മൈൻ ചെയ്ത് ഇഷ്യൂ ചെയ്ത് തരും. സോ റിയൽ ടൈം ബൈ ആൻഡ് സെൽ. ഇവിടെ അഫിലിയേറ്റ് പേ ഔട്ട്, ഈ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് നല്ല രൂപത്തിൽ കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. 43% റിയൽ ടൈം ആയിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് വരുന്ന വരുമാനം അപ്പം നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അത് $1 ആയാലും $0.5 ആയാലും $0.2 ആയാലും. ഇന്നലെ സൺഡേ ഞാൻ രാവിലെ 6 മണിക്ക് ഒരു സുഹൃത്തിനായിട്ട് കാണാൻ വേണ്ടി പോയി. ആ സുഹൃത്തിനെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, വിഡ്രോവലൊക്കെ എങ്ങനെയാ? ഞാൻ അപ്പോൾ വാലറ്റ് നോക്കിയപ്പോൾ ഒരു $0.2 ആണ് എനിക്ക് കാണാൻ പറ്റിയത്. അപ്പൊ അതിന് വിഡ്രോ ഇത് കാണിച്ചു കൊടുത്തു. ഇത്ര ഫാസ്റ്റോ? അത് $0.2? യെസ്, അതാണ് സുഹൃത്തുക്കളെ ടെതർ ഞാൻ മനസ്സിലാക്കി കൊടുത്തു. അപ്പൊ കോയിൻ വിൽപ്പനയോ? അപ്പൊ തന്നെ ഞാൻ എടുത്തു, സെൽ ബട്ടൺ എടുത്തു, ഒരു 30 കോയിൻ സെൽ ചെയ്ത് കൊടുത്തു, അപ്പൊ തന്നെ എമൗണ്ട് വന്നു. അദ്ദേഹം ഞെട്ടിപ്പോയി. അത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസാക്ഷൻ സ്പീഡ് ടെതർ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിലുണ്ട്. എന്തുകൊണ്ട്? 100% ഡീസെൻട്രലൈസ്ഡ് ആണ്. ഒരു ബ്ലോക്ക് ചെയിൻ ആ പ്രോസസ് നടക്കുമ്പോൾ നമ്മൾ ഒരു പ്രോസസ്സിന് വേണ്ടി അപ്ലൈ ചെയ്താൽ ബ്ലോക്ക് ചെയിൻ അത് കംപ്ലീറ്റ് എത്ര സമയം എടുക്കും? അത്രയും സെക്കൻഡ്സ് മാത്രം മതി. BP20 പ്ലാറ്റ്ഫോം സെക്കൻഡ്സിൽ ട്രാൻസാക്ഷൻ നടക്കുന്ന പ്ലാറ്റ്ഫോമാണ്. സോ ആ ഒരു മൈക്രോ സെക്കൻഡ്സിൽ ആ നിസ്സാര സമയം കൊണ്ട് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ടെതർ പോലെ ബ്യൂട്ടിഫുൾ ആയ ഒരു പ്ലാറ്റ്ഫോം ഇനി നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കില്ല. എങ്കിൽ ഈ ബ്യൂട്ടിഫുൾ ആയ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരാൻ, ഇത്രയും വലിയ സാധ്യതയുള്ള സബ്ജക്റ്റിലേക്ക് കടന്നു വരാൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കണമോ? നമ്മളൊക്കെ നാട്ടിൽ അങ്ങനെയാണല്ലോ. ഒരു സാധ്യതയുള്ള ബിസിനസ് ഉണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാൻ, അത് വിജയിപ്പിക്കാൻ, അതിലേക്കൊന്ന് കടന്നു വരാൻ കോടികൾ വേണം. പക്ഷെ ഇവിടെ വേണ്ട, $20 മതി. $20 മതി. വോ, ഒരു സിംഗിൾ ബൈ എന്ന് പറയുന്നത് $1000 ഒതുങ്ങുന്നതാണ്. മാക്സിമം ഒരു $1000. ഇനിയിപ്പോ ഒരാൾക്ക് ഒരു $5000 മുതൽ മുടക്കണം എന്ന് ആഗ്രഹിച്ചാൽ ഓപ്ഷൻ ഉണ്ട്. 1000 കൊണ്ട് ആദ്യം വാങ്ങുക, വീണ്ടും ഒരു 1000 കൊണ്ട് വാങ്ങുക, വീണ്ടും ഒരു 1000 കൊണ്ട് വാങ്ങുക, അങ്ങനെ 5 പ്രാവശ്യമായിട്ട് വാങ്ങേണ്ടി വരും. അത്രേ ഉള്ളൂ. എത്ര എമൗണ്ട് കൊണ്ട് വാങ്ങാം, പക്ഷെ സിംഗിൾ ബൈ എന്ന് പറയുന്നത് മാക്സിമം 1000 ആണ്. അപ്പൊ ഇടയ്ക്കോ 21, 25, 30, 35, 40, 48, 101, 106 എത്ര വേണം ചെയ്യാം. അതിനൊന്നും പ്രശ്നമില്ല. ഏത് എമൗണ്ട് കൊണ്ട് ബൈ ചെയ്താലും ആ എമൗണ്ടിൽ 35% വർത്തുള്ള കോയിൻസ് ഇൻസ്റ്റന്റ് ആയിട്ട് അദ്ദേഹത്തിന് കിട്ടും. പിന്നെയോ ഈ സിസ്റ്റത്തിൽ പിന്നെ നടക്കുന്ന ഓരോ ബൈ പ്രോസസ്സും ഈ കോയിന്റെ വില കൂട്ടിക്കൊണ്ടിരിക്കും. 35-ൽ നിന്നും പ്ലസ് ആയിട്ട്, ഒരിക്കലും താഴെ പോവില്ല. 35-ൽ നിന്നും പ്ലസ് ആയിട്ട്. ഞാൻ ഇത് പറഞ്ഞപ്പോ ഒരു സുഹൃത്ത് പറഞ്ഞു, സാറേ അത് നഷ്ടമല്ലേ, 35% ഫണ്ടല്ലേ കിട്ടുന്നുള്ളൂ, $1000 മുടക്കിയാൽ $350 കിട്ടുന്നുള്ളൂ. ഞാൻ ചോദിച്ചു, സുഹൃത്തിന് $1000 നിങ്ങൾ വേറെ ഒരു പ്ലാറ്റ്ഫോമിൽ മുടക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അദ്ദേഹം ആലോചിക്കാൻ ഒന്നും മടിച്ചു. ഞാൻ ചോദിച്ചു, ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ മുതൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? $1000 താഴെ പോകും അല്ലെ? മുകളിലേക്ക് പോകാനും സാധ്യതയുണ്ട്, താഴത്തേക്ക് പോകാനും സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ മുടക്കിയത് USDT ആണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് വേറെ ഏതെങ്കിലും കറൻസി ആയിരിക്കും. കാരണം മുതൽ മുടക്കിയപ്പോൾ ആ കറൻസി വാങ്ങാൻ വേണ്ടി മുതൽ മുടക്കിയത് USDT ആയിട്ട് വെച്ചിട്ടില്ല. ആ കറൻസിയുടെ വാല്യൂ താഴത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ 1000-ൽ നിന്ന് താഴത്തേക്ക് പോയി ഒരുപക്ഷെ 0 ആയി പോകാം. ഇന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോം ധാരാളമുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആ പ്ലാറ്റ്ഫോമുകൾ പറയുന്നത് ഈ ലാസ്റ്റ് 24 അവേഴ്സിൽ ലിക്വിഡൈസ് ചെയ്ത് പോയ പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. അതായത് അതിൽ എത്ര കോടി മുടക്കിയ ആളായിക്കോട്ടെ, കഴിഞ്ഞ 24 മണിക്കൂറിനുള്ള പൈസ എല്ലാം 0 ആയി പോയി, ഒന്നുമില്ല. അതുപോലെ ലിക്വിഡൈസ് ചെയ്ത് പോകുന്ന പ്ലാറ്റ്ഫോം ഉള്ള കാലഘട്ടത്തിലാണ് ടെതർ പറയുന്നത് 35% വർത്തുള്ള അസറ്റ് നിങ്ങൾക്ക് അപ്പൊ തന്നെ ഹോൾഡിംഗ് കിട്ടും. അവിടെ നിന്ന് ഗ്രോത്തേ ഉണ്ടാകും. ഒരിക്കലും 35-ൽ നിന്ന് 34.9 എന്ന റേഞ്ചിലേക്ക് പോകില്ല. 35.0, 35.6, 35.36, 37, 38, 40 അങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. അതിനെന്താ ചെയ്യേണ്ടത്? ഈ സിസ്റ്റത്തിലുള്ള കമ്മ്യൂണിറ്റി ബൈ സെൽ നടത്തിക്കൊണ്ടിരുന്നാൽ മതി. ഇന്ന് 10 ബൈ നടന്നു, 10 സെല്ല് ഇടുന്നു. സോ 20 പ്രാവശ്യം വില കൂടിയിട്ടുണ്ടാകും. ഇന്ന് 1000 ബൈ നടന്നു, 1000 സെല്ല് ഇടുന്നു, 2000 പ്രാവശ്യം വില മാറിയിട്ടുണ്ടാകും. സോ കമ്മ്യൂണിറ്റി സെൻട്രിക് ആണ് ഈ സിസ്റ്റം എന്ന് പറയാൻ കാരണം എന്താണ്? കമ്മ്യൂണിറ്റി വലുതാകും തോറും ഇവിടെ ബയേഴ്സിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും, സെല്ലേഴ്സിന്റെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ട്?
ഏതൊരു അസറ്റ് ആണെങ്കിലും അതിന്റെ വില കയറി 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 പോകുമ്പോൾ ഒരു ഘട്ടത്തിൽ നമ്മൾ സെല്ല് ചെയ്യും, അല്ലെ? ആ സെല്ല് ചെയ്യാനുള്ള ലിമിറ്റ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ പാക്കേജ് എത്രയാണോ അതിന്റെ ഇരട്ടിക്കുള്ള കോയിൻ മാത്രമേ നമുക്ക് സെല് ചെയ്യാൻ സാധിക്കൂ. അപ്പോ 1000 കോയിൻ കൊണ്ട് ഒരാൾ, $1000 കൊണ്ട് ഒരാൾ ടെതർ ഓഷ്യൻ വാങ്ങി, $350 വർത്തുള്ള കോയിനൊക്കെ കിട്ടി. കുറച്ചാണ് കഴിഞ്ഞപ്പോൾ അതൊരു $3500 വർത്തുള്ള കോയിനായിട്ട് മാറി. അതായത് ആ കോയിൻ ഇപ്പൊ വിറ്റാൽ $3500 കിട്ടും. പക്ഷെ അദ്ദേഹത്തിന് $2000 വിൽക്കാനുള്ള പെർമിഷനെ സിസ്റ്റം കൊടുത്തിട്ടുള്ളൂ. ബാക്കി $1500 കോയിൻസ് അപ്പോഴും സിസ്റ്റത്തിൽ ഹോൾഡ് ആകും. പേടിക്കണ്ട കേട്ടോ. $2000 വിറ്റപ്പോൾ കിട്ടിയ പൈസയിൽ നിന്ന് ഒരു $1000 ടോപ്പ് ചെയ്താൽ വീണ്ടും $2000 വിഡ്രോ ചെയ്യാം. ആ ടോപ്പ് ചെയ്യുമ്പോൾ ആ $1000 അപ്പൊ കിട്ടുന്ന ബൈ പ്രൈസിൽ വീണ്ടും കോയിൻ കിട്ടുകയും ചെയ്യും. സിസ്റ്റത്തിന്റെ ബ്യൂട്ടി എന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ആരാണെങ്കിലും ഈ സിസ്റ്റത്തിൽ റീബൈ എന്ന പ്രോസസ്സിലേക്ക് അവർ കടന്നു വരാൻ സാധ്യതയുണ്ട്. 100% സാധ്യതയുണ്ട്. 100% കടന്നു വരികയും ചെയ്യും. സിസ്റ്റം അത്തരത്തിൽ പോപ്പുലർ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇൻകം ലിമിറ്റ് പറഞ്ഞാൽ നല്ല രൂപത്തിൽ അഫിലിയേറ്റ് ഇൻകം സിസ്റ്റം തരുന്നുണ്ട്. ഒരു പാക്കേജ് എടുത്താൽ $100 കൊണ്ട് ചെയ്താൽ അല്ലെ $1000 കൊണ്ട് ചെയ്താൽ അതിന്റെ 3 ഇരട്ടി മാത്രമേ ഇൻകം വിഡ്രോ ചെയ്യാൻ സാധിക്കൂ. സോ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ലീഡേഴ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ, ഞാൻ ലീഡർ എന്നല്ല അതിനെ അഭിസംബോധന ചെയ്യുന്നത്, ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിട്ട് ഞാൻ അവരെ കാണുന്നത്. അവരുടെ കാര്യത്തെ നോക്കി നിൽക്കുന്ന ആൾക്കാരായിരിക്കില്ല. അവർക്ക് കിട്ടിയ ആശയം വളരെ വേഗം അവർ പങ്കുവയ്ക്കും. മീഡിയ എന്ന സിസ്റ്റം അങ്ങനെയാണല്ലോ, വളരെ ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറയുമ്പോഴാണല്ലോ ഇപ്പോൾ മീഡിയ നമുക്ക് ഓരോ ആശയങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. സോ ടെതർ ഓഷ്യൻ കയ്യിൽ കിട്ടിയപ്പോൾ വളരെ വേഗം ഇത് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചു. ഒരാളെ, രണ്ടാളെ, മൂന്നാളെ, 100, 500, 1000, 10000 ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള മാധ്യമങ്ങൾ അവർ ഉപയോഗിക്കാൻ തയ്യാറായി. അങ്ങനെയൊന്നും വേണമെന്നില്ല കേട്ടോ. നമുക്ക് പരിചയമുള്ള ആൾക്കാരിലേക്ക് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് പുതിയൊരു ആശയം വന്നിട്ടുണ്ട്. ട്രേഡിംഗ് മേഖലയിൽ ഒരു ട്രെൻഡായിട്ട് മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്താണ് വിശ്വാസത്തിന് കാരണം? ബയേഴ്സിന്റെ എണ്ണം കൂടിയാലും സെല്ലേഴ്സിന്റെ എണ്ണം കൂടിയാലും വില കൂടും. വ്യത്യസ്തമായ ആശയമാണ്. ഈ ആശയം ഒന്ന് പങ്കുവയ്ക്കുമ്പോൾ അവർ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറും. അതെങ്ങനെ പോസിബിൾ ആകും? പലരും ചോദിക്കുന്ന ചോദ്യം അങ്ങനെയാണ്. ബയേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ വില കൂടും, സെല്ലേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ എങ്ങനെ വില കൂടുക? അതൊന്ന് പറഞ്ഞു തരൂ. കേൾക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് ആളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മാർക്കറ്റ് ചെയ്യാൻ ഏറ്റെടുത്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവിടെ ഇൻകം വളരെ പെട്ടെന്ന് കൂടും. 300 മടങ്ങ് എന്ന ഇൻകത്തിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും റീബൈ ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ കൂടുതൽ ഇൻകം വാങ്ങാൻ പറ്റൂ. സോ $1000 മുതൽ മുടക്കിയ ആൾക്ക് $3000 വിഡ്രോ ചെയ്യാം. 4000, 5000, 6000 വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കിടക്കും. എപ്പോൾ വിഡ്രോ ചെയ്യണോ അപ്പോൾ ടോപ്പ് അപ്പ് ചെയ്ത് ലിമിറ്റ് വീണ്ടും കൂട്ടണം. ഈ 2 ഇൻകം ലിമിറ്റുകൾ, 2 സിസ്റ്റം വച്ചിരിക്കുന്ന ലിമിറ്റുകൾ, ഇവിടെ റിപ്പീറ്റഡ് കമ്മീഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. റിപ്പീറ്റഡ് ആയിട്ടുള്ള കോയിൻ ബൈയിങ് പ്രോസസ് നടക്കും. സോ സെല്ലേഴ്സിന്റെയും ബയേഴ്സിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കും. ഈ ആശയത്തിന്റെ പവറാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പാസീവ് ഇൻകം സോഴ്സിലേക്ക് വന്നാൽ ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടു, ഡെഫി ബേസ്ഡ് വിർച്വൽ കോയിൻ അപ്രിസിയേഷൻ ആണ് ഫസ്റ്റ് ബെനിഫിറ്റ്. ആര് വന്നാലും വെറുതെ ഇരുന്നാൽ മതി. പക്ഷെ വെറുതെ ഇരിക്കുന്ന ഇതിൽ ഉപരി നമ്മൾ ഈ കമ്മ്യൂണിറ്റി പാർട്ടായിട്ട് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു നോക്കി, നമുക്ക് കമ്മീഷൻസും കിട്ടും. നമ്മൾ കമ്മീഷൻ വാങ്ങുമ്പോഴൊക്കെ $100 മുടക്കിയ ഒരാൾ $10000 വരുമാനം വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. സോ $10000 വരുമാനം വാങ്ങാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന ബിസിനസ്സുകൾ മുഴുവൻ ബൈയിങ് ആയിരുന്നു. അവർക്കെല്ലാം കോയിൻ കിട്ടി, അവർക്കെല്ലാവർക്കും അപ്രീസിയേഷൻ കിട്ടി, അവർക്കെല്ലാം പ്രോഫിറ്റ് ഉണ്ട്, അവരെല്ലാവരും ഹാപ്പിയാണ്. സോ ടോട്ടൽ കമ്മ്യൂണിറ്റിയിൽ അത്രയും ട്രാൻസാക്ഷൻ നടന്നപ്പോൾ എത്രമാത്രം ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഈ ഗ്രോത്ത് സംഭവിച്ച ആളുകളെല്ലാം സെല്ലിങ്ങിലേക്ക് വരുമ്പോൾ വീണ്ടും ട്രാൻസാക്ഷൻ എണ്ണം കൂടുകയാണ്. സോ ആശയം വളരെ പവർഫുൾ ആണെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ എന്തിനു വെറുതെ ഇരിക്കണം? അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റാത്ത ആൾക്കാർ ഒരുപക്ഷെ ജീവിതത്തിൽ ഉണ്ടാകാം, എന്നാൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാകാം. അവർക്ക് സിസ്റ്റം പറയുന്നു, നിങ്ങൾ വാങ്ങുന്നത് 100 കൊണ്ടോ 500 കൊണ്ടോ 1000 കൊണ്ടോ ആണെങ്കിൽ, അതായത് $100 ഒരു സിംഗിൾ ബൈ ചെയ്യുക, അല്ലെങ്കിൽ $500 സിംഗിൾ ബൈ ചെയ്യുക, അല്ലെങ്കിൽ $1000 സിംഗിൾ ബൈ ചെയ്യുക. എങ്കിൽ സിസ്റ്റം ഓരോ ദിവസവും ഇൻവെസ്റ്റ്മെന്റ് പൂളിന്റെ, അതായത് എത്ര എമൗണ്ട് ആണോ ഇന്ന് ബിസിനസ് ആയിട്ട് വന്നത്, ബൈ റീബൈയിലൂടെ വന്നത്, അതിന്റെ 4% മാറ്റിവെക്കും. എന്നിട്ട് $100 ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്, 500 5 പോയിന്റ് കൊടുത്തിട്ടുണ്ട്, 1000 10 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഈ പോയിന്റുകൾ നോക്കും, ഫണ്ടിനെ പോയിന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ കിട്ടുന്ന എമൗണ്ട് ആണ് ഒരു ദിവസം ഇൻകം ആയിട്ട് കിട്ടുക. അപ്പൊ $100 ഒരു പോയിന്റിലൂടെ ഇപ്പൊ പോയിന്റ് 50 സെന്റ് ആണ് വന്നെന്ന് വിചാരിക്കാം, $100 50 സെന്റ് കിട്ടും. അതേസമയം $500 $2.50 കിട്ടും, $1000 $5 കിട്ടും. നോക്കൂ, അത് ആ എമൗണ്ട് കിട്ടുന്നവരെ കിട്ടും. 100 100 കിട്ടുന്നവരെ കിട്ടും, 500 500 കിട്ടുന്നവരെ കിട്ടും, 1000 1000 കിട്ടുന്നവരെ കിട്ടും. സോ ഒരാൾ 1600 ചെയ്താലോ,
ചെയ്യുമ്പോൾ 100, 500, 1000 എന്ന 3 ബൈ ആയിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിൽ $1600 അയാൾക്ക് കൂൾ ഇൻകം ആയിട്ട് തിരിച്ചു കിട്ടും. നോക്കൂ, ആശയം പവർഫുൾ അല്ലേ? തീർച്ചയായും. ലെവൽ ഇൻകം എടുത്താൽ 10% ഫസ്റ്റ് ലെവല്. നമ്മളൊക്കെ വർക്ക് ചെയ്യാൻ ഇറങ്ങുമ്പോൾ, ഫീൽഡിൽ ഇറങ്ങുമ്പോൾ, ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്തു, ഒരു സുഹൃത്തിനെ കണ്ടു, സംസാരിച്ചു. അദ്ദേഹം $1000 ഇൻവെസ്റ്റ് ചെയ്തു. എനിക്ക് $100 കമ്മീഷൻ കിട്ടി. $100 എന്ന് പറയുമ്പോൾ 9000 രൂപയായി. എനിക്ക് തിരുവനന്തപുരം പോയി ആ വർക്ക് ചെയ്യുന്നതിന് ഒരു സന്ദേഹവും ഉണ്ടാകില്ല, അല്ലെ? കാരണം 10% കമ്മീഷൻ ഉണ്ട്. എന്റെ വർക്ക് എനിക്ക് എന്ത് ചെയ്യാം, റിസൾട്ടാക്കി മാറ്റാൻ പറ്റും. ഇനി അദ്ദേഹം ചെയ്യുന്ന ബിസിനസ്സുകൾ മുഴുവൻ അദ്ദേഹത്തിന് 10% കിട്ടും, എനിക്ക് 5% കിട്ടും. ലെവൽ 2ൽ 5% ഉണ്ട്. ഇനി ആ ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്താലോ? ഞാൻ റാങ്കുകൾ ക്വാളിഫൈ ചെയ്താൽ മതി. 5 മുതൽ 20% അവിടെയുണ്ട്. ഇൻഫിനിറ്റ് ലെവലിൽ നിന്നാണ്. അത് ആ ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്ത് പോയി. ഇപ്പൊ തിരുവനന്തപുരത്ത് പോയി ഒരാളെ കാണാൻ വേണ്ടി പോയി, അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തപ്പോൾ കിട്ടിയ വരുമാനം പ്ലസ് അദ്ദേഹം ബിസിനസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കമ്മീഷൻ കിട്ടുന്നതോടൊപ്പം തന്നെ എനിക്ക് കമ്മീഷൻ കിട്ടുന്നു. ആ ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്ത് പോയി, ഒരു 100 ലെവൽ പോയി, 500 ലെവൽ പോയി, 1000 ലെവലൊക്കെ താഴെ പോയി. അപ്പോഴും അവിടെ നിന്നും എനിക്ക് ഇൻകം കിട്ടാനുള്ള പോസിബിലിറ്റി സിസ്റ്റം വെച്ചിരിക്കുകയാണ്. അൺലിമിറ്റഡ് ലെവലിൽ നിന്ന് ഇൻഫിനിറ്റ് ലെവലിൽ നിന്ന് ഇൻകം കിട്ടാനുള്ള സാധ്യത റാങ്കിനെ ബേസ് ചെയ്താണ് കിട്ടുക. റാങ്ക് ക്വാളിഫൈ ചെയ്താൽ ഇൻഫിനിറ്റ് ലെവൽ ഇൻകം മാത്രമല്ല, ഒരു പൂൾ ഇൻകം കൂടി ഉണ്ട്. ലീഡർഷിപ്പ് റിവാർഡ് എന്നാണ് അതിനെ വിളിക്കുക. അതും ഒരു 4%. പൂൾ ഇൻകം ആണെങ്കിലും ലീഡർഷിപ്പ് റിവാർഡ് ആണെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ഇന്ത്യൻ ടൈമിൽ 1:30-ക്കാണ്, ഉച്ചയ്ക്ക് 1:30-ക്ക്. അത് ദുബായ് ടൈം അനുസരിച്ച് 12 മണിക്കാണ്. എന്താണ് ദുബായ് ടൈം പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഒരു ഇന്റർനാഷണൽ കോൺസെപ്റ്റ് ആണ്, ഇന്റർനാഷണൽ ലെവലിൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ആശയമാണ്. സ്വാഭാവികമായിട്ടും അവരുടെ ടൈം സോണിലേക്ക് പെട്ടെന്ന് പ്ലഗ് ചെയ്യാൻ ദുബായ് ടൈം ആയിരിക്കും ഹെൽപ്ഫുൾ. സോ ആ സമയത്ത് അത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ലീഡർഷിപ്പ് റിവാർഡ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് എത്ര ഫണ്ട് ഉണ്ടെന്ന് നോക്കും. 4% മാറ്റി വെച്ച ഫണ്ട് എത്രയാണെന്ന് നോക്കും. എന്നിട്ട് ഗോൾഡ് എന്ന റാങ്കുകാർക്ക് 1 ഷെയർ, എമറാൾഡുകാർക്ക് 2 ഷെയർ, ഡയമണ്ടുകാർക്ക് 4 ഷെയർ. ഇങ്ങനെ ഷെയർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 4ഉം 2ഉം 6ഉം 1ഉം 7 ഷെയർ. ഇങ്ങനെ മൊത്തം എത്ര ഷെയർ ഉണ്ടെന്ന് നോക്കും. ഫണ്ടിനെ ഷെയർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. 1 ഷെയറിന്റെ വാല്യൂ കിട്ടും. സോ ആ 1 ഷെയറിന്റെ വാല്യൂ ഗോൾഡിന് കൊടുക്കും, എമറാൾഡിന് കൊടുക്കും, ഡയമണ്ടിന് കൊടുക്കും. ഉദാഹരണം, ഒരു $2.5 ലക്ഷം ടേൺ ഓവർ ഉണ്ട് ഒരു 24 മണിക്കൂറിൽ. 4% ഫണ്ട് എന്ന് പറയുമ്പോൾ ഒരു 12,500 ആണ്. എങ്കിൽ ഒരു ഡയമണ്ട് ലീഡർക്ക് കിട്ടുന്നത് $4,160 ആണ്. ചിന്തിക്കണം, ആ പൂൾ ഇൻകം മാത്രം വിഡ്രോ ചെയ്യാൻ ഡയമണ്ട് ലീഡർ ഒരു പ്രാവശ്യം ടോപ്പ് അപ്പ് ചെയ്തേ പറ്റൂ, അല്ലേ? കാരണം എന്താ, $3000 $1000 ചെയ്യുന്നവർക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ $4,160 ഉണ്ട്. അപ്പൊ മൊത്തം എമൗണ്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ രണ്ടാമത് ഒന്നുകൂടി ടോപ്പ് അപ്പ് ചെയ്തേ പറ്റൂ, വേറെ ഓപ്ഷൻ ഇല്ല. എന്റെ കാൽക്കുലേഷനിൽ ലെവൽ ഇൻകം ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ അങ്ങനെ മുതലുള്ള ഇൻകം ഈ ഡയമണ്ട് ലീഡർക്ക് ഒരുപാട് കൂടുതലായിരിക്കും. ഏതാണ്ട് ഒരു $10,000 വിഡ്രോ ചെയ്യാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാകും. $10,000 പെർ ഡേ ഇൻകം വാങ്ങുന്ന ഒരാള് മിനിമം 4 പ്രാവശ്യം ടോപ്പ് അപ്പ് ചെയ്തേ പറ്റൂ ഒരു ദിവസം. അപ്പൊ നാളെയും $10,000, വീണ്ടും 4 പ്രാവശ്യം ടോപ്പ് അപ്പ് ചെയ്യണം. ഓ, അത് ശരിയല്ല സാറേ. അപ്പൊ വീണ്ടും വീണ്ടും ഈ $1000 സാറേ, ഇവിടെ വരുമാനം വന്നുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എടുത്ത് ടോപ്പ് അപ്പ് ചെയ്താൽ മതി, അല്ലാണ്ട് വേറെ പ്രത്യേക പൈസ ഒന്നും ആവശ്യമില്ല. സിമ്പിൾ ആശയമാണ് എന്നുള്ള കാര്യത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ ഏറ്റെടുത്താൽ സിമ്പിളായിട്ട് റാങ്കുകൾ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഒരു സമയപരിധിയും അതിനു വേണ്ടി വെച്ചിട്ടില്ല. നമ്മൾ വന്നു, എത്ര നാൾ കൊണ്ട് അല്ല ഈ ക്വാളിഫിക്കേഷൻ ലെവലിലേക്ക് എത്തുന്നോ അന്ന് നമ്മൾ റാങ്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ആദ്യത്തെ 1 മാസം കൊണ്ട് അല്ലെങ്കിൽ 2 മാസം കൊണ്ട് അങ്ങനെ ഒന്നുമില്ല. സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്യാൻ $100 പാക്കേജ് നമ്മൾ എത്തണം. ഒരു 5 പേരെ ഡയറക്റ്റ് ആയിട്ട് സ്പോൺസർ ചെയ്യണം. ആ ഡയറക്റ്റ് സ്പോൺസർഷിപ്പിലൂടെ ഒരു $500 ബിസിനസ് വോളിയം കൊണ്ടുവരണം. അതിപ്പോ 5 എണ്ണം എന്നുള്ളത് മിനിമം കണ്ടീഷനാണ്. പരമാവധി എത്ര ഉള്ളാവാം, 10 20 30 ഒന്നും പ്രശ്നമല്ല, നമ്മുടെ കപ്പാസിറ്റിയാണ്. പക്ഷെ ആ ബിസിനസ്സിലൂടെ ഒരു $500 ബിസിനസ് കൊണ്ടുവരണം. ടോട്ടൽ ബിസിനസ് വോളിയം $5000 ആകണം. ഇത് കേട്ടപ്പോൾ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, അപ്പൊ ഞാൻ $100 ഐഡിയ അടിച്ചിട്ട് ഞാൻ 1000 ആൾക്കാർ 5 പേരെ സ്പോൺസർ ചെയ്താലോ? കഴിഞ്ഞു, നിങ്ങൾ സിൽവറായി കഴിഞ്ഞു, അവിടെ സിൽവറായി കഴിഞ്ഞു. കാരണം സിസ്റ്റം പറയുന്ന എല്ലാ കണ്ടീഷൻസും അവിടെ ഓക്കെയാണ്. കാരണം $100 പാക്കേജ് ഉണ്ട്, ശരി. 5 പേരെ സ്പോൺസർ ചെയ്തു, ശരി. ഡയറക്റ്റ് ബിസിനസ് $500 വേണം, ഓ അത് കൂടുതലുണ്ട്. ടീം വോളിയം 5000 ആണ്, അതുണ്ട്. നോക്കൂ, സിൽവർ ക്വാളിഫൈ എന്ന് വെച്ചാൽ എളുപ്പമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷെ അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യണം. പക്ഷെ എല്ലാവർക്കും ഒന്നും ഈ $1000 ബിസിനസ് ഒന്നും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ട്? നമ്മൾ മാർക്കറ്റിൽ പോയി സംസാരിക്കുമ്പോൾ പലതരം കടമ്പകളുണ്ട്. ഒന്ന്, നമ്മുടെ ഉള്ളിലുള്ള പേടി, അല്ലെ? ആ കോൺഫിഡൻസിലായ്മ, അത് പറയുമ്പോൾ അല്ലെങ്കിൽ പറയാനുള്ള ഒരു മടി. ഇനി പറഞ്ഞ് കേൾക്കുന്ന ഒരാൾക്ക് അവരുടെ അടുത്ത് $1000 എമൗണ്ട് പെട്ടെന്ന് വേണ്ടേ? ഏതാണ്ട് 90,000 രൂപ വേണം. പക്ഷെ ആ എമൗണ്ട് പെട്ടെന്ന് ഉണ്ടാവണം നിർബന്ധമില്ല. സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ഒരു $1000 ഒരു 5 ബിസിനസ് ഒക്കെ എടുത്ത് സിൽവറായി മാറാന്നുള്ളത് എല്ലാവർക്കും പ്രാപ്യമല്ല. പക്ഷെ പതുക്കെ 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 അതിലേക്ക് എത്താൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. സാധിച്ചാൽ ഫസ്റ്റ് ലെവലിൽ നിന്ന് 10% കിട്ടുന്നതിന് പകരം ആ 10%ന്റെ കൂടെ 5% കൂടെ കിട്ടും.
സെക്കൻഡ് ലെവലിൽ നിന്ന് 5% കിട്ടുന്നതിന് പകരം 5% കൂടെ വീണ്ടും ഒരു 5%, 10% കിട്ടും. തേർഡ് ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിൽ നിന്ന് 5% കിട്ടും. പോരെ? ഗോൾഡ് ആയാൽ ഗോൾഡ് ആകാൻ നമുക്ക് വേണ്ടത് 5 പേരെ സ്പോൺസർ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ. ചിലപ്പോൾ 6, 7, 8, 10 ഒക്കെ ഉണ്ടാവും. അത് ഏതെങ്കിലും രണ്ടില്ലെങ്കിൽ ഓരോ സിൽവറിനെ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഒരു സിൽവറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ $5000 ബിസിനസ് വന്നു അല്ലേ. രണ്ടാമത്തെ സിൽവർ വരുമ്പോൾ $10000 ബിസിനസ് ആയി. മൊത്തം ബിസിനസ് ഓളി $25000 ആകുക. ഗോൾഡായി. സിമ്പിൾ ആശയമാണ്. സോ 10% നമ്മുടെ ഇൻകത്തെ മാറ്റിയെടുക്കാം. അൺലിമിറ്റഡ് ലെവലിൽ നിന്ന് 10%. സോ ഫസ്റ്റ് ലെവലിൽ അപ്പോൾ എത്ര കിട്ടും? 10 + 10 20% കിട്ടും. സെക്കൻഡ് ലെവലിലോ 5 + 10 15% കിട്ടും. അൺലിമിറ്റഡ് ലെവലിൽ നിന്ന് 10% കിട്ടും. ഡയമണ്ട് എമറാൾഡ് ആകാൻ 2 ഗോൾഡ് ഉണ്ടാകുക, $1,00,000 ബിസിനസ് വരിക. ഇപ്പൊ 2 ഗോൾഡ് വരുമ്പോൾ തന്നെ $50,000 ബിസിനസ് ആയി. കാരണം $25,000 ആണ് ഗോൾഡിനുള്ള ക്വാളിഫിക്കേഷൻ. അപ്പൊ 2 ഗോൾഡ് എന്ന് വെച്ചാൽ $50,000 ബിസിനസ് അവിടെ ആയി കഴിഞ്ഞു. ബാക്കി $50,000 കണ്ടെത്തിയാൽ മതി, നമ്മൾ എമറാൾഡ് ആയി. 15% മാറും. സോ ഫസ്റ്റ് ലെവലിൽ 10% + 15% 25% നമുക്ക് കിട്ടും. സെക്കൻഡ് ലെവലിൽ 5 + 15 20% കിട്ടും. തേർഡ് ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിൽ നിന്ന് 15% കിട്ടും. ഡയമണ്ട് ആകാൻ 2 എമറാൾഡ്, $5,00,000 ബിസിനസ്. നോക്കൂ, 20% നമ്മുടെ ഇൻകം മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഡയമണ്ട് റാങ്ക് ഒക്കെ ക്വാളിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു $5,000 മുതൽ $10,000 പെർ ഡേ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ആളുകളായിട്ട് നമുക്ക് എല്ലാവർക്കും മാറാൻ പറ്റും സുഹൃത്തുക്കളെ. ഒരാൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമല്ല, എല്ലാവർക്കും സാധിക്കുന്ന കാര്യമായിരിക്കും. എങ്കിൽ നമ്മുടെ ടീമിൽ എത്രമാത്രം അച്ചീവേഴ്സ് ആയിരിക്കും. ഫിനാൻഷ്യൽ ക്രൈസിസ് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ, വലിയ വലിയ മാറ്റങ്ങൾ, വലിയ വീട് വയ്ക്കുന്ന സാഹചര്യം, വലിയ കാറുകൾ ഉപയോഗിക്കുന്ന സാഹചര്യം, അവരുടെ ലൈഫ് സ്റ്റൈൽ മാറുന്ന സാഹചര്യം, വിദേശ യാത്രകൾ നടത്തുന്ന സാഹചര്യം, അങ്ങനെ അവന്റെ ഡ്രീം മുഴുവൻ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ജീവിത സ്റ്റൈലിലേക്ക്, ലൈഫ് സ്റ്റൈലിലേക്ക് മാറാൻ ക്ഷേത്രവശം എന്ന പ്ലാറ്റ്ഫോം സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് പറ്റുന്ന AI-യുടെ എല്ലാ സാധ്യതകളും വളരെ വ്യത്യസ്തമായ ഒരു ആശയത്തിലൂടെ ഒരു ചേഞ്ച് ആയി മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു. ആർ യു റെഡി ഫോർ ദ ചേഞ്ച്? എന്റെ ചോദ്യം ഇതാണ്. ഏപ്രിൽ 2 എന്റെ മുമ്പിൽ വന്ന ചോദ്യം ഇതാണ്. ഈ ചേഞ്ച് ഞാൻ വേണോ വേണ്ടയോ? ചേഞ്ച് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അതൊരു നിമിഷത്തിൽ നടക്കുന്നതല്ല. പക്ഷെ തീരുമാനമെടുത്താൽ ആ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് മാറാൻ പറ്റും. ആർക്ക്? ഞാനെന്ന ഇൻഡിവിജ്വലിന് മാറാൻ പറ്റും. പക്ഷെ അതൊരു സാമ്രാജ്യമാക്കി മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ അത് വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും. തീർച്ചയായും നമ്മുടെ കഴിവുകളെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു ഗോൾഡൻ ആശയത്തിലേക്ക് നമുക്കൊന്ന് കൈകോർക്കാം, ടെക്നോളജിയുമായിട്ട്. ആർ യു റെഡി ഫോർ ദാറ്റ്? റെഡി ആണെങ്കിൽ നമ്മളൊന്ന് പറയൂ. ടെതർ ഓഷ്യൻ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. വലിയൊരു ടീമിനെ, സോൾഡ് ആയിട്ടുള്ള ടീമിനെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ മൈ സിമ്പിൾ പ്രസന്റേഷൻ. ഇത്രയും സമയം എനിക്ക് വേണ്ടി കാത്തിരുന്ന, എൻ്റെ വോയിസ് ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ വിജയാശംസയും നേർന്നുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു. ഓവർ ടു ശിവദാസ് സർ. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു വെരി മച്ച്. വെരി ഗുഡ് പ്രസന്റേഷൻ. എല്ലാം വളരെ ക്ലിയർ ആണ്. അപ്പൊ ഞാനൊരു ചെറിയൊരു ഡെമോ ഇപ്പൊ ഇത്ര നേരം പറഞ്ഞതിന് നമുക്കൊരു ഡെമോയിൽ കൂടെ ഈ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ പ്രൈസ് കൂടിയത് നമുക്ക് കാണാം. ഇതൊരു കാൽക്കുലേഷൻ ആണ്. ഈ കാൽക്കുലേഷൻ എല്ലാം ഇതിന്റെ ബാക്കിലാണ് നടക്കുന്നത്, ഈ ഡാറ്റാബേസിലാണ് നടക്കുന്നത്. ഇതൊന്നും നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത്, ആ പ്രൈസ് കൂടുന്നത് ഞാനൊരു സെല്ല് ചെയ്യാൻ പോവാണ്. ആ സെല്ല് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഒരു പ്രൈസ് അപ്രീസിയേഷൻ വന്നത്, ഇതാണ് കാണേണ്ടത്. അപ്പോ നമുക്ക് അതിന്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. സ്ക്രീൻ കാണാനുണ്ടല്ലോ അല്ലേ സാറേ? കാണുന്നുണ്ട്. ഞാൻ ബാക്കി എല്ലാവരും ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കാണ്. അൺവാണ്ടഡ് ആയിട്ടുള്ള വോയിസ് വരുന്നതുകൊണ്ടാണ്, സോറി. ഓക്കെ, ഇപ്പോ എന്റെ വാലറ്റിൽ 0 ആണ് കോയിൻസ് കിടക്കുന്നത്. USDT 0 ആണ്. ഈ ഗ്യാസ് ഫീസ് കുറച്ച് BNB അവിടെ ഉണ്ട്. ഓക്കെ, നൗ ഞാൻ ഇതിന്റെ ഐഡിയിൽ ലോഗിൻ ചെയ്യാണ്. ഞാൻ മെറ്റമാസ്ക് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ മെറ്റമാസ്ക് ആണ് എനിക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ എൻ്റെ 999 കോയിൻസ് ഉണ്ട്. ടോട്ടൽ കോയിൻസ് എൻ്റെ 999 ആണ്. ബാക്കി 1,97,602 കോയിൻസ് ആണ് ഇതിൽ നമ്മുടെ കോയിൻസ്. നമ്മുടെ സിസ്റ്റത്തിൽ ടോട്ടൽ സപ്ലൈ കോയിൻസ് എത്രയാണ്? $31,741 ലിക്വിഡിറ്റിയിൽ കിടക്കുന്നുണ്ട്. ആ ലിക്വിഡിറ്റി പ്ലസ് ബാക്കിയുള്ള എമൗണ്ട് കൂടെ കൂട്ടി 33,142 ആണ് കോൺട്രാക്റ്റിൽ കിടക്കുന്ന ടോട്ടൽ ബാലൻസ്. ഓക്കെ, നൗ ഇപ്പൊ 999 ഉണ്ട്. 999 ഞാൻ ഒരു 50 കോയിൻ ഞാൻ വിൽക്കാം. അപ്പൊ 50 കോയിൻ വിൽക്കാനായിട്ട് ഞാൻ ചെയ്തത്, നമ്മുടെ ഡാഷ്ബോർഡിൽ ബൈ പ്രൈസ്, സെൽ പ്രൈസ് ഉണ്ട്. അവിടെ ബൈ ബട്ടൺ ഉണ്ട്, സെൽ ബട്ടൺ ഉണ്ട്. എനിക്ക് വാങ്ങാനാണെങ്കിൽ ഞാൻ ബൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം.
സെല് ചെയ്യാനാണെങ്കിൽ അവിടെ മിനിമം $20 to $1,000. അപ്പൊ ഞാൻ റീബൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ഒരു പ്രൊസീജിയർ കൂടിയാണ് ഞാൻ ചെയ്യേണ്ടത്. ഞാൻ സെല് ചെയ്യാനാണെങ്കിൽ എനിക്ക് സെൽ ബട്ടണിൽ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവും. അവിടെ ഞാനൊരു 25 കോയിൻസ് ഞാൻ എൻ്റർ ചെയ്യുന്നുണ്ട്. 25 കോയിൻസിന് എനിക്ക് $4 ആണ് ടോട്ടൽ വരുന്നത്. ആ $4ന്റെ 90%, അപ്പൊ $3.6 എനിക്ക് അപ്രോക്സിമേറ്റ്ലി എനിക്ക് $3.6 ആണ് എന്റെ വാലറ്റിലേക്ക് വരേണ്ടത്. ഓക്കെ, അവിടെ ഞാൻ സെൽ പ്രൊസീജിയർ ചെയ്യാണ്. എനിക്ക് ബ്ലോക്ക് ചെയിനിൽ നിന്ന് പെർമിഷൻ ചോദിക്കും. എന്റെ 25 കോയിൻസ് സോൾഡ് ഔട്ട് ആയി. ഇവിടെ ബാലൻസ് കോയിൻസ് 974 കോയിൻസ് ആണ്. എനിക്കിപ്പോ $3.6 എന്റെ വാലറ്റിലേക്ക് വരണം. അപ്പൊ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് $3.6 ഇവിടെ വന്നു കഴിഞ്ഞു. ഓക്കെ, ഇത്രയും ഫാസ്റ്റ് ആണ് ഈ സിസ്റ്റം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ ബൈ പ്രൈസ് 635 ആണ്, സെൽ പ്രൈസ് 623 ആണ്. ഇപ്പൊ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 635 എന്നുള്ളത് സെൽ പ്രൈസിലേക്ക് പോകും. കാരണം ഇപ്പോഴത്തെ ബൈ പ്രൈസ് അടുത്ത റൗണ്ടിൽ അടുത്ത ട്രാൻസാക്ഷനിൽ സെൽ പ്രൈസ് ആവും. ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ലോജിക്ക് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 635 എന്നുള്ളത് ഇപ്പൊ ഞാൻ സെല് ചെയ്തത് 623 ഞാൻ സെല് ചെയ്തത്. അപ്പൊ അതൊന്ന് റിഫ്രഷ് ആവാനുണ്ട് ആ ഡാറ്റാബേസിൽ. അത് അതിന്റെ ആ കാൽക്കുലേഷൻ ചെയ്തിട്ട് വേണം അതിന് വരാനായിട്ട്. ഓക്കെ, ഇപ്പോ 635 എന്നുള്ളത് സെൽ പ്രൈസിലേക്ക് വന്നു. അവിടെ ഞാൻ ചെറിയൊരു എമൗണ്ട് അല്ലേ സെല് ചെയ്തുള്ളൂ, അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വേരിയേഷനെ നമുക്ക് ഇതിൽ വരുള്ളൂ. വലിയൊരു എമൗണ്ട് ആണ് ഞാൻ സെല് ചെയ്യുന്നത്, വലിയൊരു വേരിയേഷൻ ആയിരിക്കും പ്രൈസിൽ വരിക. ചെറിയ എമൗണ്ട് ആണെങ്കിൽ ചെറിയ വേരിയേഷൻ, ഇപ്പൊ $4 ഒരു വേരിയേഷനേ ഉള്ളൂ, അല്ലെങ്കിൽ 35 അതിൽ മൊത്തത്തിൽ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ബൈ പ്രൈസിൽ $1 വ്യത്യാസം വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ $1 അല്ല, 0.501 എന്നുള്ള ഒരു വാല്യൂ മാത്രമേ എല്ലാവർക്കും കൂടെ. അപ്പൊ അഞ്ഞി ആര് സെല് ചെയ്യുകയാണെങ്കിലും 635 അവർ സെല് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിന്റെ സിസ്റ്റം. ഇന്നത്തേക്ക് ഇനി വേറെ ഒന്നും ഇല്ല. വേറെ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഒന്ന് ഹാൻഡ്സ് റേസ് ചെയ്താൽ മതി, ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തരാം. പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആർക്കെങ്കിലും ഒരു ടെസ്റ്റിമോണിയൽ പറയണമെന്നുണ്ടെങ്കിൽ ആവാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ്സ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. ഈ സിസ്റ്റത്തിന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് ഇതിന്റെ പാർട്ടിസിപ്പേഷൻ ആണ്. കാരണം നമ്മളിവിടെ 100% ഷുവർ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്തത്. ഇന്നേ വരെ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത് ഒരു എന്താ പറയാ, നമുക്ക് ഒരു 100% എന്ന് പറയാൻ പറ്റില്ല. അവിടെ എപ്പോഴും നമുക്കൊരു എന്താ പറയാ അൺസർട്ടനിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഈ അൺസർട്ടനിറ്റിനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പൊ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് അൺസർട്ടനിറ്റിയാണ്. യു ഹാവ് ടു അത് കറക്റ്റ് ആയിട്ട് പഠിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവില്ല. പഠിക്കാണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അൺസർട്ടനിറ്റി മാർക്കറ്റിൽ നമ്മൾ പഠിക്കാണ്ട് ചെയ്യുന്നതിനെല്ലാം നമ്മൾ പറയുന്നത് ഗാംബ്ലിംഗ് എന്നാണ്. അപ്പൊ ഗാംബ്ലിംഗ് സർട്ടൻ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ ഇവിടെ ഗാംബിൾ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോ ഇവിടെ 1-2 പേര്